ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ കലാമണ്ഡലം ഹൈദർ അലിയുടെ ആത്മകഥയിൽ നിന്നെടുത്ത പദത്തിൻ്റെ പദത്തിൽ എന്ന പാഠഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്, ഏറ്റവും കുറച്ച സമയം കൊണ്ട് അതിൻ്റെ സമ്മറിയും ചോദ്യോത്തരങ്ങളും സെറ്റാക്കുന്ന വീഡിയോ ആണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്വാഗതം. കളയാൻ നമുക്ക് സമയമില്ല. പാഠഭാഗം വായിച്ചു കഴിഞ്ഞിട്ട് വേണം ഇതിന് സമ്മറി നോക്കാൻ, ചോദ്യോത്തരങ്ങൾ സെറ്റാക്കാൻ. ഒരു തവണ നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ചിരിക്കണം. നോക്കുക, പാഠഭാഗത്തിൻ്റെ പേര് പദത്തിൻ്റെ പദത്തിൽ എന്നുള്ളതാണ്. ഓക്കെ, യെസ്, കലാമണ്ഡലം ഹൈദർ അലി. മഞ്ജുതരം എന്ന ആത്മകഥയിലെ ഒരു ഭാഗമാണ് പദത്തിൻ്റെ പദത്തിൽ. 9 പ്രസവിച്ച, ഇനി പ്രസവിക്കില്ല എന്ന് വിചാരിച്ച പാത്തുമ്മയെ അത്ഭുതപ്പെടുത്തിയ ജനനമാണ് ഹൈദർ അലിയുടേത്. നാട്ടുകാരുടെ പരിഹാസമേറ്റ് ആർക്കും ആവശ്യമില്ലാത്ത ജന്മമായി വികൃത രൂപമായ ചെറുക്കൻ. എന്നാൽ ബാപ്പ സ്നേഹവാത്സല്യത്തോടൊപ്പം തൻ്റെ പാട്ടും കൂടി മകനെ മടിയിലിരുത്തി പകർന്നു കൊടുത്തു. പാട്ടുകൊണ്ട് മകൻ പുലരുമെന്ന് ബാപ്പ മൊയ്തുട്ടി കരുതിയിരിക്കാം. 5 വയസ്സുവരെ ബാപ്പയുടെ ലാളന അനുഭവിക്കാൻ കഴിഞ്ഞുള്ളൂ. ബാപ്പ മരിച്ചു. ആർക്കും വേണ്ടാത്തൊരു ജന്മമായിരുന്നു തൻ്റേതെന്ന് കലാമണ്ഡലം ഹൈദർ അലി പറയുന്നുണ്ട്. ഉമ്മ പോലും ആഗ്രഹിക്കാതിരുന്ന സമയത്താണ് താൻ എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. 4ാം ക്ലാസ്സിൽ വെച്ച് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ചു. സംഗീതത്തിൽ താല്പര്യമുണ്ടായതിനാൽ കലാമണ്ഡലത്തിലെ പ്രവേശനത്തിന് കാരണമായി. 1957 മെയ് മാസത്തിലാണ് കലാമണ്ഡലത്തിൽ ആദ്യമായി പോകുന്നത്. ഇൻ്റർവ്യൂ നടത്തിയവർ മഹാകവി വള്ളത്തോൾ, മുകുന്ദരാജ, കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കിള്ളിമംഗലം വസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവരായിരുന്നു. പാട്ട് പാടിച്ചു, ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇൻ്റർവ്യൂ അത്ര തന്നെ. കുട്ടിയെ ഇവിടെ എടുത്താൽ സമുദായത്തിൽ പ്രശ്നമുണ്ടാകുമോ എന്ന ആശങ്കയായിരുന്നു വള്ളത്തോളിനുണ്ടായിരുന്നത്. എതിർപ്പുണ്ടാവില്ല എന്ന് ഹൈദറിൻ്റെ ജ്യേഷ്ഠൻ അറിയിച്ചു. കലാമണ്ഡലത്തിൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി. 2000 ഉറുപ്പികയുടെ ആൾജാമ്യം വേണം, അടുത്ത ബുദ്ധിമുട്ട്. പലരും ഒഴിഞ്ഞു മാറി. എന്നാൽ സംഗീതത്തോടും ഹൈദറിനോടും താല്പര്യമുണ്ടായിരുന്ന CP ആൻ്റണി ജാമ്യം നിന്ന് ആ പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ കുറച്ച് വൈകിയാണ് കലാമണ്ഡലത്തിൽ ഹൈദർ എത്തിച്ചേർന്നത്. 8 വർഷത്തെ പഠിപ്പാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അക്കൊല്ലം 4 പേരെയാണ് കഥകളി സംഗീതം പഠിക്കാൻ തിരഞ്ഞെടുത്തത്. ശങ്കരൻ എമ്പ്രാന്തിരി, മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, തിരൂർ നാരായണൻ നമ്പീശൻ, പിന്നെ ഹൈദറും. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ ചിട്ടകളെല്ലാം മനസ്സിലാക്കി. നമ്പീശനാശാന് ദക്ഷിണ വെച്ച് നമസ്കരിച്ചു. സപ്തസ്വരം പഠിച്ചു. അത്ഭുതത്തോടെ കലാമണ്ഡലത്തിലെത്തിയ ഹൈദറിന് ചില വിഷമതകൾ സഹപാഠികളിൽ നിന്നുണ്ടായി. അടുത്ത ബുദ്ധിമുട്ട് എന്തായിരുന്നു? മാപ്പിളച്ചക്കൻ എന്ന നിലയിൽ ഒരകൽച്ച ക്ലാസ്സിലും മെസ്സിലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അധ്യാപകരായ ശിവരാമനാശാനും നീലകണ്ഠൻ നമ്പീശനാശാനും ഹൈദറിനെ ഏറെ പരിഗണിച്ചിരുന്നു. വെളുപ്പിന് 2:45 ഉണർന്ന് 3 മണിക്ക് കളരിയിലെത്തി പരിശീലനം തുടങ്ങണം. ഭാരതപ്പുഴയും കലാമണ്ഡലവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രമണീയമായ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്നു. ആദ്യ വർഷം തോടയം, വന്ദന ശ്ലോകം, 2ാം കൊല്ലം പുറപ്പാട്, മേളപ്പദം, 3ാം കൊല്ലം കിർമീരവധം, ഇങ്ങനെയായിരുന്നു പഠനരീതി. ആലാപന വഴിക്കും അഭ്യസ്തന വഴിക്കും നമ്പീശനാശാനും ശിവരാമനാശാനും വ്യത്യസ്തത പുലർത്തിയിരുന്നു. 2 പേർക്കും പാട്ട് വേഗം പഠിക്കുന്ന ഹൈദറിനോട് വലിയ സ്നേഹമായിരുന്നു. വീട്ടിൽ പോകാൻ കാശില്ലാതെ വിഷമിക്കുന്ന അവസരത്തിൽ കാശ് നൽകിയും മറ്റാവശ്യങ്ങൾക്ക് പോകുമ്പോൾ ക്ലാസ്സിൽ പാടിക്കൊടുക്കാൻ ഹൈദറിനെ വിശ്വസിച്ചേൽപ്പിച്ചു പോകുന്നതിൽ നിന്ന് അവനോടുള്ള സമീപനം മനസ്സിലാക്കാം. ഹൈദറിനെ പരിഹാസം കലർന്ന വാക്കുകളും നോട്ടവും ഒന്നും സ്പർശിക്കാതെയായി. ജന്മസിദ്ധമായ കഴിവും സാധനയും ഇച്ഛാശക്തിയും കൊണ്ട് വളർന്ന അതുല്യ കലാകാരനാണ് ഹൈദർ അലി. സെറ്റ്. നോക്കുക, ആദ്യത്തെ ചോദ്യം. തിരസ്കൃതനായാണ് ഞാൻ ജനിച്ചതും വളർന്നതും. കലാമണ്ഡലം ഹൈദർ അലിയുടെ ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന ചില ജീവിത സന്ദർഭങ്ങൾ പദത്തിൻ്റെ പദത്തിൽ എന്ന പാഠഭാഗത്തുനിന്നും കണ്ടെത്തി കുറിക്കുക. ആർക്കും വേണ്ടാത്തവനായിട്ടാണ് ഞാൻ ജനിച്ചതും വളർന്നതും. കലാമണ്ഡലം ഹൈദർ അലിയുടെ ആത്മകഥയിൽ നിന്നും എടുത്ത പദത്തിൻ്റെ പദത്തിൽ എന്ന ഭാഗത്ത് പാഴ്ജന്മമായി വളർന്നത് എന്ന വേദന അദ്ദേഹം തന്നെ പങ്കുവെക്കുന്നുണ്ട്. അതൊരു വേദന തന്നെയാണ്. 9 പ്രസവിച്ച, ഇനി പ്രസവിക്കില്ല എന്ന് കരുതിയ ഉമ്മയെപ്പോലും അത്ഭുതപ്പെടുത്തിയ, നാണക്കേടുണ്ടാക്കിയ ജനനമായിരുന്നു തൻ്റേത്. നാട്ടുകാർക്ക് മുഴുവൻ പറഞ്ഞു രസിക്കാൻ ഒരു വകയായി. എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. മാത്രമല്ല, അങ്ങനെ ആർക്കും ആവശ്യമില്ലാത്ത ജന്മമായി വികൃത രൂപമായ ചെറുക്കൻ. കലാമണ്ഡലത്തിലെ പഠനകാലത്തും ഇതേ അനുഭവങ്ങളുണ്ടായി. പഠന സമയത്ത് അവനെ തൊടാതെ മാറിയിരുന്നു മറ്റു കുട്ടികൾ. മാപ്പിളച്ചക്കനായതാണ് ഈ ഐത്യത്തിന് കാരണം എന്നവൻ മനസ്സിലാക്കി. ക്ലാസ്സിലും മെസ്സിലുമെല്ലാം അകലം പാലിച്ചു സഹപാഠികൾ. ഇത്തരം ജീവിത സന്ദർഭങ്ങളിലൂടെ ഹൈദർ അലി തിരസ്കൃതനായാണ് ജനിച്ചതും വളർന്നതുമെന്ന് മനസ്സിലാക്കാം. പോയിന്റ് സെറ്റാക്കി വെച്ചോളുക.
സംഗീതത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും പറയേണ്ടി വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ വാപ്പയുടെ ഈണം കേൾക്കുന്നു. കലാമണ്ഡലം ഹൈദരലിയുടെ ഈ വാക്യത്തിൽ തെളിയുന്ന മനോഭാവം വിശദീകരിക്കുക. കലാമണ്ഡലം ഹൈദരലിയുടെ ആത്മകഥാഭാഗമായ പദത്തിൻ്റെ പദത്തിൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബാല്യകാലാനുഭവങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ഉമ്മക്ക് നാണക്കേടുണ്ടാക്കിയ ജനനം, എല്ലാവരുടെയും പരിഹാസപാത്രമായി എല്ലാവരാലും നേരിട്ട അവഗണന. ആകെ ഉണ്ടായിരുന്നത് ബാപ്പയുടെ ബാല്യവും സ്നേഹവുമാണ് കുട്ടിക്കാല അനുഭവത്തിന് തിളക്കം കൂട്ടിയത്. മക്കളെ പടച്ചോൻ തരണതല്ലേ എന്ന ദൈവകൃപയിൽ വിശ്വസിച്ച ബാപ്പ ഹൈദറിനെ ഏറെ കരുതലോടെ ചേർത്ത് നിർത്തി. പാട്ടുകൊണ്ട് ജീവിക്കുമെന്ന വിചാരത്താലാവാം മകനെ മടിയിലിരുത്തി പാട്ടുപാടി ലാളിച്ചു. ഹൈദറിന് 5 വയസ്സായപ്പോൾ അതും അവസാനിച്ചു, ബാപ്പ മരിച്ചു. ബാപ്പയുടെ മകനോടുള്ള ഇത്തരം കരുതലാണ് സംഗീതത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും പറയേണ്ടി വരുമ്പോൾ ഏറെ സ്നേഹിച്ച, വാത്സല്യം പകർന്ന, ഒപ്പം പാട്ടിൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ബാപ്പയുടെ ഈണം കേൾക്കുന്നു എന്ന തോന്നലിന് കാരണം. ഞാൻ ഇരുന്നതിന് തൊട്ടല്ല മറ്റുള്ളവർ ഇരുന്നിരുന്നത്. അല്പം നീങ്ങിയുള്ള ആ ഇരിപ്പ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലേ? ഒരു ഐത്തം, തൊട്ടുകൂടായ്മ. മാപ്പിളച്ചക്കനായതുകൊണ്ട് പ്രതിബന്ധങ്ങളെ മറികടക്കാൻ ദൃഢനിശ്ചയത്തിന് കഴിയും എന്നതിന് തെളിവാണോ കലാമണ്ഡലം ഹൈദരലിയുടെ ജീവിതം? വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. സെറ്റാണല്ലോ. മനുഷ്യനിർമ്മിത അതിർവരമ്പുകളെ കല മായ്ച്ചു കളയുന്നു എന്നതിന് തെളിവാണ് കലാമണ്ഡലം ഹൈദരലിയുടെ ജീവിതം. മനുഷ്യനായിട്ട് നിർമ്മിച്ച ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും അതിർവരമ്പുകളെ മുഴുവൻ കല മായ്ച്ചു കളയും. അതിൻ്റെ ഉദാഹരണമാണ് ഹൈദരലിയുടെ ജീവിതം. ജനനത്തിനും വളർച്ചയ്ക്കുമിടയിൽ നേരിട്ട അവഗണനകൾ ഏതൊരാളെയും തളർത്താൻ തക്ക വിധത്തിലുള്ളവയായിരുന്നു. എന്നിട്ടും കലാമണ്ഡലത്തിലെ പഠനകാലത്ത് സഹപാഠികൾ പുലർത്തിയ അകൽച്ച വല്ലാതെ ഹൈദറിൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി. മാപ്പിളച്ചക്കനിൽ നിന്നും അകന്നിരുന്ന് ഐത്തം പാലിച്ചു അവർ. ക്ലാസ്സിൽ മാത്രമായിരുന്നില്ല, മെസ്സ് ഹാളിലും ഇതേ അകലമുണ്ടായിരുന്നു. മനസ്സ് ഏറെ വേദനിച്ചെങ്കിലും ജന്മസിദ്ധമായി ലഭിച്ച സംഗീതവാസനയും തൻ്റെ കഴിവിലെ ഉറച്ച വിശ്വാസവും എല്ലാ പ്രതിസന്ധികളെയും തകർത്ത് മുന്നേറാൻ അദ്ദേഹത്തിന് കരുത്ത് നൽകി. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, കലാമണ്ഡലം ഹൈദരലിയുടെ ജീവിതത്തെ അദ്ദേഹത്തിൻ്റെ ബാപ്പ സ്വാധീനിച്ചത് എങ്ങനെ? നേരത്തെ പറഞ്ഞു തന്നെയാണ്. കഥകളി സംഗീത ലോകത്തെ വിസ്മയമായ കലാമണ്ഡലം ഹൈദരലി അവഗണനയും പരിഹാസവും അനുഭവിച്ച് വളർന്നു വന്ന കലാകാരനാണ്. ആർക്കും വേണ്ടാത്ത പാഴ്ജന്മം എന്ന തോന്നൽ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ബാപ്പയുടെ വാത്സല്യങ്ങളാണ് ബാല്യത്തിൽ ആകെയുള്ള നല്ല ഓർമ്മ. ആർക്കും വേണ്ടാത്ത ഒരു ജന്മമായി പോയല്ലോ തൻ്റേത് എന്ന ചിന്താഗതിയിൽ നിന്ന് ഇത്തിരെങ്കിലും ആശ്വാസം കിട്ടിയത് ബാപ്പയുടെ സ്നേഹത്തിൽ നിന്നാണ്. മക്കളെ പടച്ചോൻ തരണതല്ലേ എന്ന ദൈവകൃപയിൽ വിശ്വസിച്ച ബാപ്പ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി, മടിയിലിരുത്തി അന്നത്തെ സിനിമാ പാട്ടുകൾ പാടിക്കേൾപ്പിച്ചു. പാട്ടുകൊണ്ട് ഈ മകൻ ജീവിക്കുമെന്ന് ബാപ്പ വിചാരിച്ചിരുന്നിട്ടുണ്ടാവും. ബാപ്പയിൽ നിന്ന് ലഭിച്ച തുടക്കമാണ് സംഗീത ലോകത്തിലെ പ്രശസ്തിക്ക് ആദ്യ ചുവട്. ബാപ്പയുടെ ഈണമാണ് സംഗീതത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും പറയുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നതെന്ന് ഹൈദരലി സൂചിപ്പിക്കുന്നുണ്ട്. അനേകം നിർഭാഗ്യങ്ങളോടൊപ്പം സംഭവിച്ച ചില ഭാഗ്യങ്ങളുടെ പേരിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. കുറേ നിർഭാഗ്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിനിടയ്ക്ക് ചില സഹായങ്ങളും ആർക്ക് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ ഹൈദരലിക്ക് കിട്ടിയിട്ടുണ്ട്. പാട്ട് പാടിത്തന്നാണ് ബാപ്പ എന്നെ സ്നേഹിച്ചതും ലാളിച്ചതും. ഈ പരാമർശങ്ങളിൽ ലഭ്യമാകുന്ന ആശയങ്ങൾ എന്തെല്ലാം? ജന്മസിദ്ധിയും സാധനയുമാണ് കലാകാരനെ രൂപപ്പെടുത്തുന്നതെന്ന് കലാമണ്ഡലം ഹൈദരലിയുടെ ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. അനേകം നിർഭാഗ്യങ്ങൾ ജീവിതത്തിലുണ്ടായി. ഉമ്മക്ക് നാണക്കേടുണ്ടാക്കിയ ജനനം, വാർദ്ധക്യത്തിൽ ജനിച്ച മകൻ എന്ന നാട്ടുകാരുടെ പരിഹാസം, ഇതൊക്കെ തൻ്റെ ജന്മം ഒരു പാഴ്ജന്മമാണല്ലോ എന്ന തോന്നലുണ്ടാക്കി. മാപ്പിളച്ചക്കരായതിനാൽ കലാമണ്ഡലത്തിലെ സഹപാഠികൾ അകന്നുമാറി മനസ്സ് തളർന്നു പോകാവുന്ന ധാരാളം സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടായി. പാട്ടിൻ്റെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ, പാട്ടുകൊണ്ട് കുട്ടി ജീവിക്കുമെന്ന് കരുതിയ ബാപ്പ ഹൈദറിൻ്റെ സംഗീത ലോകത്തെ ആദ്യ ഗുരുവായിരുന്നു. മടിയിലിരുത്തി പാട്ടുപാടിക്കൊടുത്ത് ഉള്ളിൽ സംഗീതത്തിൻ്റെ ഉറവുണ്ടാക്കിയ ആ ബാപ്പ, സ്നേഹവാത്സല്യത്തിനൊപ്പം സംഗീതം പകർന്ന ബാപ്പ, സംഗീതത്തിൽ അവനുള്ള അസാധാരണമായ കഴിവ് തിരിച്ചറിഞ്ഞ ഗുരുക്കന്മാർ, എന്ത് പ്രതിസന്ധികളെയും നേരിടാൻ തക്ക വിധമുള്ള അവനിലെ ഇച്ഛാശക്തി, ഇവയെല്ലാമാണ് ഹൈദരലിയെ അതുല്യ കലാകാരനാക്കിയത്. സെറ്റാണല്ലോ മക്കളെ? ക്ലിയർ ആക്കി വെച്ചേക്കുക. അപ്പം നിർഭാഗ്യങ്ങൾ എന്തായിരുന്നു, ഭാഗ്യങ്ങൾ എന്തായിരുന്നു അറിയാം. പാഠഭാഗം വായിക്കുക, ചോദ്യോത്തരം 2 തവണ കേൾക്കുക. സെറ്റ്. ഓക്കെ, താങ്ക് യു.